ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ ആണ് പറയുന്നത്. നമ്മൾ ഒരു 50 ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്തു. ഇപ്പൊ കുറെ മെസ്സേജസ് 2 ദിവസമായിട്ട് ഡേറ്റ് വന്നപ്പോൾ തൊട്ട് എനിക്ക് വരുന്നത് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്നും കൂടെ എന്തൊക്കെയാണ് നമ്മൾ കോഴ്സിൽ കൊടുക്കുന്നതെന്നും ഇനി മുന്നോട്ട് എന്താണ് എക്സ്ട്രാ കൊടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയാം. എല്ലാ നിങ്ങളുടെ സംശയങ്ങളും ഇതോടുകൂടിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. ഓൾറെഡി ജോയിൻ ചെയ്തവരും ഒന്ന് കേൾക്കുക. അപ്പൊ 50 ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിഗ്രി പ്രിലിംസിന് ചെയ്യുന്നത്. 2021 മുതൽ 25 വരെ PSC ചോദിച്ചിട്ടുള്ള ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പം നമുക്ക് മനസ്സിലായത് കുറച്ച് ഏരിയാസിൽ നിന്നും PSC എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് പ്രധാനപ്പെട്ട GK പോർഷൻസിനകത്ത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, അതുപോലെ തന്നെ സിവിക്സ്, ഇവിടെ നിന്നെല്ലാം സെലക്ട് ചെയ്തെടുത്ത് 50 ടോപ്പിക്. അപ്പൊ ഇപ്പൊ എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഒരു 52 ടോപ്പിക് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 52 ടോപ്പിക് നമ്മൾ ചെയ്യുന്നുണ്ട്, 52 ഹോട്ട് ടോപ്പിക്സ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് ചെയ്യാൻ പോകുന്നത് മോക്ക് ടെസ്റ്റുകളാണ്, GKയുടെ കംപ്ലീറ്റ്. അപ്പൊ അതിനകത്ത് ഈ 52 ഹോട്ട് ടോപ്പിക്സിന്റെ മോക്ക് ടെസ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, മുഴുവനായിട്ടുള്ള GK ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാർച്ച് 20 മുതൽ നമ്മൾ ഓരോ ദിവസം ഓരോ മോക്ക് ടെസ്റ്റ് വീതം ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പൊ ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ എല്ലാ ടോപ്പിക്കിൽ നിന്നും ഷഫിൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ PSC മുന്നേ ചോദിച്ചിട്ടുള്ളതും, അതായത് ഡിഗ്രി മെയിൻസും ഡിഗ്രി പ്രിലിംസിനും പല കാറ്റഗറികളിലായിട്ട് ചോദിച്ചിട്ടുള്ളതും, UPSCയുടെ പ്രിലിംസ് 2001 തൊട്ട് UPSC പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള നമുക്ക് വേണ്ട ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മൾ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും മോക്ക് ടെസ്റ്റ് തുടങ്ങാൻ പോകുന്നത്. ഇപ്പൊ ഓൾറെഡി ഫോൾഡറിൽ കിടക്കുന്ന മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഇതിനകത്തെ കുട്ടികളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ പഠിച്ചുകൊണ്ട് വരൂ, എന്നിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യൂ എന്ന് പറയുമ്പോൾ കൊടുത്ത മോക്ക് ടെസ്റ്റുകളാണ്. ഇപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് സംശയമുണ്ട്, അതാണ് പറയുന്നത്. ഇനി ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം. തൊട്ടു താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ഈ PDF കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററി ഏകദേശം എല്ലാ ടോപ്പിക്സും ഉണ്ട്. എല്ലാം നമ്മൾ ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കും. അതിനുശേഷം ഈ പറഞ്ഞതുകൂട്ട് തന്നെ ഇത് മലയാളത്തിലായിരിക്കും. കേരള ഹിസ്റ്ററിയുടെ അതേ പേജസ് തന്നെയാണ് നമ്മൾ കൊടുത്തിരുന്നത്. പിന്നെ +2 കേരള ഹിസ്റ്ററി നമുക്ക് പഠിക്കാനുണ്ട്, അതും നമ്മൾ ചർച്ച ചെയ്യും. SCERTയിൽ ഒരു 1-2 ചാപ്റ്റേഴ്സ് കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് വരുന്ന സമയത്ത് നമ്മൾ അതും പറയാം. അതായത് സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ് കേരളത്തിലേക്ക് SCERT പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ചോദിക്കുന്നതാണ്, അതും നമ്മൾ പറയുന്നതായിരിക്കും. ഈ പറഞ്ഞതുകൊണ്ട് തന്നെ മിക്സ് ആയിട്ടുള്ള വേർഷനാണ് നമ്മൾ നോട്ട് കൊടുക്കുന്നത്. ചിലത് ഈ പറഞ്ഞതുകൊണ്ട് മലയാളം വരും, ചിലതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ UPSCയുടെ ഒക്കെ മെറ്റീരിയൽസിലെ അവിടെ നിന്നും നമുക്ക് വേണ്ട റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്നും നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഇംഗ്ലീഷിലായിരിക്കും. അപ്പൊ ഒരു ടോപ്പിക്കിൽ തന്നെ നമുക്ക് 1-2 ക്ലാസ്സുകൾ ചിലപ്പോൾ വന്നിരിക്കും. ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ചിലപ്പോൾ SCERT എടുക്കും, പിന്നെ +1 NCERTയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കാണും, പിന്നെ എക്സ്ട്രാ ഉള്ള പോയിന്റ്സ് നമ്മൾ ഈ UPSC മെറ്റീരിയൽസിൽ നിന്നും ആവശ്യമുള്ളത് എടുത്തിട്ട് അത് ഇംഗ്ലീഷ് കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു സംശയം കൂടെ മാറി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ നമുക്ക് നിലവിലെ വേൾഡ് ഹിസ്റ്ററിയും കൂടെ തീരാനുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും തീർന്നു, ജോഗ്രഫിയും തീർന്നു. ജോഗ്രഫി ഈ പറഞ്ഞതുപോലെ തന്നെ +1 ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ ആധികാരികമായിട്ട് പറയുന്നത് നോക്കാനായിട്ട്. അതിന്റെ ഷോർട്ട് നോട്ട്സ്, ടെക്സ്റ്റ് ബുക്ക് വൈസ് ഉള്ള ഷോർട്ട് നോട്ട്സ് മലയാളം കൊടുക്കും. പിന്നെ ആവശ്യമുള്ളതിന്റെ ഇംഗ്ലീഷ് UPSC പോലെയുള്ള പല മെറ്റീരിയൽസിൽ നിന്നുമുള്ള നോട്ടും കൊടുക്കും. ജോഗ്രഫിയും കംപ്ലീറ്റഡ് ആണ്, എക്കണോമിക്സും കംപ്ലീറ്റഡ് ആണ്. അതും SCERT NCERT ബേസ് ചെയ്തിട്ടുള്ളതാണ്. +2 മാക്രോ എക്കണോമിക്സും SCERT 10ാം ക്ലാസ് വരെ ഉള്ളത് വേണ്ട സെക്ഷൻസും, അതുപോലെ UPSCയുടെ നീതി ആയോഗ് ഒക്കെ നിന്ന് UPSCയുടെ മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതാണ്. പിന്നെ സിവിക്സ് ആണ്. സിവിക്സ് ഇനി സ്കീമുകളിലൂടെയാണ് നമുക്ക് തീരാനായിട്ടുള്ളത്, ബാക്കിയെല്ലാം ഏകദേശം കവേർഡ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് ലക്ഷ്മികാന്ത് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ +1ന്റെ നോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി ലക്ഷ്മികാന്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഞാൻ ചെയ്തതാണ്. വളരെ കഷ്ടപ്പെട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുത്താണ്, ഞാൻ സ്വന്തമായിട്ട് പഠിച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും, നിങ്ങളോടും പറയുന്നു. ഇനി അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജി. അത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ പുസ്തകത്തിനപ്പുറത്തേക്ക് നമ്മൾ പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് ആണ്. UPSCക്കൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള സെക്ഷൻസ് ആണ് ഈ ഫോറസ്റ്റും വൈൽഡ് ലൈഫും എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ലീഗൽ ആസ്പെക്ട്സ്, അതിന്റെ ക്രിക്കറ്റുകളൊക്കെ. അപ്പൊ അത് ഇംഗ്ലീഷ് നോട്ടുകളായിരിക്കും കൂടുതലായിട്ട്. പിന്നെ മലയാളം നോട്ട് കൊടുക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കൂടുതലായിട്ടും ഇംഗ്ലീഷ് നോട്ട്സ് ആയിരിക്കും നമ്മൾ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ SCERT പോർഷൻസിൽ വരുന്നത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് പഠിപ്പിക്കും.
ദെൻ കറണ്ട് അഫയേഴ്സിനകത്ത് പ്രധാനമായിട്ടും അവാർഡുകൾ നമ്മൾ നോക്കും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഇവന്റ്സുകളൊക്കെ വരുവാണെങ്കിൽ അതും കൂടെ കവർ ചെയ്തു പോകും. കമ്പ്യൂട്ടർ സയൻസ് വരുന്ന സമയത്ത് ഫുൾ 5 ടോപ്പിക്സ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസിൽ. ആ 5 എണ്ണവും നമ്മൾ ചർച്ച ചെയ്യും. ഹാർഡ്വെയർ അതിനകത്ത് തന്നെ സബായിട്ട് വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്, സൈബർ ക്രൈം ആൻഡ് സൈബർ ലോസ് അത് മുഴുവനായിട്ട് ചെയ്തു കൊടുക്കും. ദെൻ അതിനുശേഷം അപ്പൊ ഏകദേശം ഒരു 51-52 ടോപ്പിക്സോളം നമുക്ക് അവിടെ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റ് മാർച്ച് 20 തൊട്ട് ഓരോ ദിവസവും ഓരോ മോക്ക് ടെസ്റ്റ് വെച്ച് നമ്മൾ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് ഇത്ര ടോപ്പിക് എന്നൊന്നുമില്ല. എന്റെ സമയം പോലെ അവിടെ നമ്മൾ ഈ പറഞ്ഞത് കൂട്ട് തന്നെ പൈസ ലാഭം അങ്ങനെയൊന്നും അല്ല. നമുക്ക് മാക്സിമം കൊടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എപ്പോഴും ഞാൻ ബിസിനസ് രീതിയിൽ ചിന്തിക്കുന്നതല്ല. എല്ലാത്തിനും കൂടെ ചേർത്തിട്ടാണ് 499 എന്ന് പറയുന്നത്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്ത് നോക്കുവോ അല്ലെങ്കിൽ പുതിയ ടോപ്പിക്സ് ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇതിനകത്ത് കംപ്ലീറ്റ് GK ആണ്. അതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ UPSC പ്രിലിംസും PSC PYQ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും 30 ക്വസ്റ്റ്യൻസോളം ആയിരിക്കും ഒരു മോക്ക് ടെസ്റ്റിനകത്ത് വരുന്നത്. അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഏപ്രിൽ മാസം മുഴുവനായിട്ടും ഒരു 10-40 ദിവസത്തോളം നമുക്ക് ഈ മോക്ക് ടെസ്റ്റ് GKയിൽ ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു സ്ട്രെങ്ത് ഫീൽ ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും. ഇപ്പോഴും അഡ്മിഷൻ നടക്കുന്നുണ്ട്. കാരണം ഇതുവരെയുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഇനിയുള്ളത് നമ്മൾ എത്രയും പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ മെസ്സേജ് ആയിട്ട് പിൻ ചെയ്തേക്കാം ഡീറ്റെയിൽസ്. അതുപോലെ വാട്സപ്പിന്റെ നമ്പറും കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കൊടുത്തേക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.